എല്ലാവരും ഈ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിൽ ഭയങ്കര പുറകോട്ടാണ്. അപ്പോൾ ഈ അഭിനന്ദനം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ളൊരു വ്യത്യാസമാണ്, അഭിനന്ദിക്കാൻ അധികം മെനക്കെടാറില്ല. പക്ഷേ അഭിനന്ദനങ്ങൾ വളരെ ആവശ്യമാണ്, ഒരാളുടെ വളർച്ചയ്ക്കും അത് കിട്ടേണ്ടതും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അഭിനന്ദനം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്ക് അത് കൊടുത്ത് ശീലിക്കണം. നമ്മൾ അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അതിൽ ഒരാളുടെ പുറത്ത് നമ്മൾ പോയി തട്ടി വേണ്ട വഴക്കുണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് തട്ടുകയാണെങ്കിൽ ഭൂരിപക്ഷം പേരും അത് അംഗീകരിക്കും, അല്ലെങ്കിൽ അവർ ശാന്തരാകും. ഈ ശാന്തതയുടെ പുറത്തൊരു കാര്യമുണ്ട്. കാരണം ഈ തലോടൽ നമുക്ക് കിട്ടിയത് നമ്മുടെ ചെറുപ്പത്തിലാണ്. നമ്മുടെ അമ്മ നമ്മളെ തോളത്ത് വെച്ച് തലോടി തട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് താരാട്ട് പാടി തന്നതാണ്. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി താരാട്ട് പാടി തന്നതിൻ്റെ ഓർമ്മ നമ്മുടെ തലച്ചോറിൽ കിടപ്പുണ്ട്. അത് ശാന്തതയ്ക്ക് വേണ്ടിയുള്ള ഒരു ട്രിഗറായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ശാന്തത ഈ പുറത്ത് തട്ടുമ്പോഴും അനുഭവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ പ്രായപൂർത്തിയായ ആൾക്കാർ തമ്മിലൊക്കെ തോളത്ത് കെട്ടുക എന്ന് പറയുന്ന എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരാളെ അഭിനന്ദിക്കുന്നത്. അപ്പം അതിന് പകരം വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുക. നല്ല ഡ്രസ്സാണ്, നല്ല വസ്ത്രമാണ്, അല്ലെങ്കിൽ മിടുക്കനാണ്, കൊള്ളാം, ഇങ്ങനെയുള്ള കുറേ നല്ല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റേ ആൾക്കൊരു അഭിനന്ദനം കിട്ടും. അപ്പോൾ അങ്ങനെ അഭിനന്ദനം കൊടുത്ത് ശീലിക്കുക. നമ്മൾ കാലക്രമേണ നമുക്കത് കിട്ടുകയും ചെയ്യും തിരിച്ച്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ അഭിനന്ദനം കിട്ടാതെ വരുമ്പോൾ ഒരു സ്ട്രോങ് ഹങ്കർ എന്ന് പറയും. ഇത് കിട്ടാനുള്ള ഒരു വിശപ്പ് എല്ലാവർക്കും ഉണ്ടാകും. അതിൻ്റെ ഉദാഹരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, കോളേജ് ലെവലിലെ സ്കൂളിലൊക്കെ പുതിയ ഷർട്ട്, പുതിയ പാൻറ്റ് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ചെല്ലുമ്പോൾ വേറെ ആരും കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമം തോന്നും. എന്നിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരനോട് ചോദിക്കും, ഇതെങ്ങനെയുണ്ട്, ഇത് കൊള്ളാവോ? അവൻ കൊള്ളാമെന്ന് പറയേണ്ട ഒരു കാര്യത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. അങ്ങനെ ഒരു അനുഭവം ആണ് സ്ട്രോങ് ഹങ്കർ എന്ന് പറയുന്ന ഈ രീതിക്ക്. പക്ഷേ ഇങ്ങനെ അഭിനന്ദനങ്ങൾ ഒരിക്കലും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു സ്ട്രോക്ക് ബാങ്ക് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. നമുക്ക് ഇതുവരെ കിട്ടിയ അഭിനന്ദനങ്ങളെല്ലാം കൂടെ നമ്മുടെ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. ഈ ബാങ്കിൽ എനിക്ക് ഇത്രത്തോളം നിക്ഷേപമുണ്ട്, കൊച്ചിലെ സ്കൂളിൽ വെച്ച് കിട്ടിയത്, കോളേജിൽ വെച്ച് കിട്ടിയത്, അല്ലെങ്കിൽ ജോലിയിൽ വെച്ച് കിട്ടിയത്, ഇങ്ങനെയുള്ള ഓരോ അഭിനന്ദനങ്ങളുടെയും ഒരു ബാങ്ക് സൂക്ഷിക്കുക. നമുക്ക് എപ്പോഴേലും ഒരു വിഷമോ ബുദ്ധിമുട്ടോ തോന്നുമ്പോൾ ഈ ബാങ്കിലെ അക്കൗണ്ട് നോക്കിയിട്ട് എനിക്ക് ഇന്ന എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാലത്തൊക്കെ ഞാൻ മിടുക്കനായിരുന്നു, എനിക്ക് ഇപ്പോഴും ഇതൊക്കെ മാറിപ്പോക്കോളൂ എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം. അതാണ് സ്ട്രോക്ക് ഹങ്കറിനെ തീർക്കാനുള്ള ഒരു വഴി. പക്ഷേ എല്ലാ കാലത്തും നമ്മൾ മറ്റുള്ളവർക്ക് നല്ല പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് സ്ട്രോക്ക് മേടിക്കും. എന്ന് പറഞ്ഞാൽ ഈ ആൾ അല്ലെങ്കിൽ ഈ മാനേജർ ഒരിക്കലും അഭിനന്ദിക്കത്തില്ല എന്ന് പറഞ്ഞുള്ള ഒരു ദേഷ്യം നമുക്കുണ്ടാവുകയും ചെയ്യും. പിന്നെ പുള്ളി ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആളുകൾ മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അഭിനന്ദനങ്ങൾ മേടിക്കാനും കൊടുക്കാനും പഠിക്കണം. മേടിക്കുക ചോദിച്ചു മേടിക്കലല്ല, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ എടുത്താൽ മതി. കൊടുക്കുന്നത് നമ്മൾ കൊടുക്കാൻ കൂടുതലായിട്ട് ശീലിക്കണം. നമ്മുടെ ഇവിടെ അഭിനന്ദനത്തിന് ഭയങ്കര ദാരിദ്ര്യമാണ്. കാരണം ഈ മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്താലും ആരും അങ്ങനെ അഭിനന്ദിക്കാറൊന്നും ഇല്ല. ചുരുക്കം ആൾക്കാരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അല്ലേ?